ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പാവയ്ക്ക ജ്യൂസ് ഒന്നുമല്ല. ഇതാണ് ഗ്രീൻ ഗ്രേപ്പ് ജിഞ്ചർ ജ്യൂസ്. 100% ഫ്രഷ് ഫ്രൂട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പൾപ്പും ഫ്ലേവറും ഒന്നും അല്ലെന്ന് വിശ്വസിക്കാം. പിന്നെ 25 രൂപയാണ് ഇതിന്. മാത്രമല്ല 6 ദിവസം മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. ഫ്രഷ് ഫ്രൂട്ട് ആയിരിക്കും. ഇതിലാ കാണുന്നുണ്ടോ ഗ്രേപ്പിന്റെ ചെറിയ ചെറിയത്. എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം. അപ്പൊ ഇന്നലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കടയിലോട്ട് പോയി. അപ്പൊ അവിടുത്തെ ഫ്രിഡ്ജിൽ ഇതാ ഇവ ഇരിക്കുന്നു പച്ച കളറിൽ. ഫസ്റ്റ് ഈ കളർ തന്നെയാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ നോക്കിയപ്പോ ഗ്രീൻ ഗ്രേപ്പ് എന്ന്. സത്യം നമ്മൾ മറ്റേ എന്താ വയലറ്റ് കളറിലുള്ള ഗ്രേപ്പ് ഒക്കെ ജ്യൂസ് കുടിച്ചിട്ടുള്ളൂ ഞാൻ. ഈ ഗ്രീൻ ഗ്രേപ്പ് ഞാനിത് ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നത് എന്ന് പറയുന്ന പോലെ ഈ ജ്യൂസ് കാണുന്നത്. പിന്നെ ഇതില് ജിഞ്ചറും ഉണ്ട്. ജിഞ്ചർ പിന്നെ എല്ലാ മാങ്ങാത്തൊലിയുടെ കൂടെ ഇട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രീൻ ഗ്രേപ്പ് ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം കുലുക്കിയിട്ട് കുടിക്കാം. അത്ര വലിയതൊന്നുമില്ല. ആ ജിഞ്ചർ ഇട്ടുകൊണ്ട് ഫസ്റ്റ് തന്നെ ജിഞ്ചറിന്റെ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഗ്രീൻ ഗ്രേപ്പിന്റെ ലൈറ്റ് ടേസ്റ്റ്, ഓവർ മധുരവും ഇല്ല. ഗ്രീൻ ഗ്രേപ്പിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാലോ, അത് കിട്ടുന്നുണ്ട്. ഇത് ജിഞ്ചർ ഇടണ്ടായിരുന്നു. ജിഞ്ചർ ഇടാതെ ഇതിനകത്ത് കുറച്ച് സോഡ കയറ്റിയ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. കുഴപ്പമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചത്ര വന്നില്ല. പോരാ. ആ കാണുമ്പോൾ ഉള്ള ഒരു കൗതുകേ ഉള്ളൂ. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് മറ്റേ വയലറ്റിന്. പിന്നെന്താ, ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിത് ആദ്യമായിട്ടാണോ കാണുന്നത്? കുടിച്ചിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക.